ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള നമുക്ക് ഇംഗ്ലീഷിൽ തീരെ അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള മലയാളം വാക്കുകൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് അത് ആ നമ്മൾ പറയത്തില്ലേ, ആ വീട്, അത് എന്റെ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതിന് പകരം നമുക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ അത് അല്ലെങ്കിൽ ആ എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ദാറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ്, THAT, ദാറ്റ്. ഓക്കെ, അപ്പൊ അതൊരു മരമാണ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? മരം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രീ. ഒരു മരം എന്ന് പറയുമ്പോൾ a tree. സോ അതൊരു മരമാണ് എന്ന് പറയാനായിട്ട് ദാറ്റ് ആണ് എന്നുള്ളതിന് പകരം ഈസ് a tree. ദാറ്റ് ഈസ് എ ട്രീ. ഇവിടെ അത് എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ഇംഗ്ലീഷിൽ യൂസ് ചെയ്ത? ദാറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ആ വീട് മനോഹരമാണ്. ആ വീട് മനോഹരമാണ്. മനോഹരം എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബ്യൂട്ടിഫുൾ എന്ന് യൂസ് ചെയ്യാം അല്ലെ? ബ്യൂട്ടിഫുൾ. സോ ആ വീട് എന്ന് പറയുമ്പോൾ അത് എന്നുള്ളതിന് ദാറ്റ് എന്ന് പറഞ്ഞു. ആ വീട് അങ്ങനത്തെ കേസിൽ നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ വീട്, ദാറ്റ് ഹൗസ്. ഇനി ആണ് എന്നുള്ളതിന് പകരം ഇസ്. സോ ദാറ്റ് ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ. സോ അത്, ആ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് പകരം നമുക്ക് ദാറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇത്, ഈ. ഇതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇതിന് പകരമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക്, ദിസ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ പുസ്തകം എന്റേതാണ്. അപ്പോ പുസ്തകം എന്നുള്ളതിന് നമ്മൾ ബുക്ക് എന്നാണ് പറയുന്നത് അല്ലെ? എന്റേത് എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? എന്റേത്. എന്റേത് എന്നുള്ളതിന് നമ്മൾ മൈൻ എന്നാണ് പറയുന്നത്. മൈൻ. സോ ഈ പുസ്തകം എന്റേതാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ പുസ്തകം എന്റേതാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഇനി ഇതൊരു നല്ല സിനിമയാണ്. ഇതൊരു നല്ല സിനിമയാണ്. ഇത് എന്നുള്ളതിന് പകരം നമ്മൾ എന്താ പറയാ? ദിസ് എന്നാണ് പറയാ. സോ ഇതൊരു നല്ല സിനിമയാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് എ ഗുഡ് മൂവി. അപ്പൊ നമ്മൾ മലയാളത്തിൽ എവിടെയൊക്കെയാണോ ഇത് അല്ലെങ്കിൽ ഈ എന്ന് യൂസ് ചെയ്യുന്നത് അവിടെയെല്ലാം അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ദിസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വേർഡാണ് അവിടെ. ഇത് നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് അല്ലെ? അവിടെ. അവിടെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ there എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. THERE. ഇതിന്റെ സ്പെല്ലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നീട് അത് എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. THERE, there. സോ there എന്ന് പറയുമ്പോൾ അവൻ അവിടെയാണ് എന്ന് പറയുമ്പോൾ, അവൻ എന്ന് പറയുമ്പോൾ ഹി എന്നാണ് പറയുന്നത്. അവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഈസ് there എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അവിടെ എന്നുള്ളതിന് പകരം നമ്മൾ there യൂസ് ചെയ്യും. ഇനി ഇവിടെ എന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹിയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ഹിയർ, HERE, ഹിയർ. സോ ഇവിടെ, ഹിയർ. അവൻ ഇവിടെയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? അവൻ ഇവിടെയാണ്. സോ അവൻ എന്നുള്ളതിന് നമ്മൾ ഹി എന്ന് പറയും. ഇവിടെയാണ്, അവിടെയാണെന്ന് പറയുമ്പോൾ ഇസ് there എന്ന് പറയും. ഇവിടെയാണെന്ന് പറയുമ്പോഴോ ഇസ് ഹിയർ. ഹി ഈസ് ഹിയർ. അപ്പൊ ഇവിടെ എന്നുള്ളതിന് നമ്മൾ ഹിയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. അവിടെ എന്നുള്ളതിന് എന്താ യൂസ് ചെയ്യുക? there എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വാക്കാണ് അവ. സോ അവ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയത്തില്ലേ, ഇപ്പം അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അവ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് അവ നല്ല ആപ്പിളുകളാണ്. നമ്മൾ നോർമലി പറയുമ്പോൾ അത് നല്ല ആപ്പിൾ ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ഒരു ആപ്പിളേ ഉള്ളൂ. പക്ഷെ ആപ്പിളുകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ അവ എന്നുള്ളതിന് പകരം ദോസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ദോസ്. അതായത് ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ഉദാഹരണത്തിന് ആ വീട് നല്ലതാണ്, അല്ലെങ്കിൽ അത് നല്ലൊരു വീടാണ്. പക്ഷെ നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനത്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ദോസ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ആ വീടുകൾ നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഹൗസസ് ആർ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയില്ല. ദോസ് ഹൗസസ് ആർ ബ്യൂട്ടിഫുൾ എന്നേ പറയത്തുള്ളൂ. അപ്പൊ അതാണ് ദാറ്റും ദോസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ അവ നല്ല ആപ്പിളുകളാണെന്ന് എങ്ങനെ പറയും? അവ എന്ന് പറയുമ്പോൾ ദോസ്. അപ്പൊ അവ നല്ല ആപ്പിളുകളാണ്. അപ്പൊ ഇവിടെ ആണെന്നുള്ളതിന് പകരം ആർ. ദോസ് ആർ നൈസ് ആപ്പിൾസ് അല്ലെങ്കിൽ ഗുഡ് ആപ്പിൾസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി ഇവ, ഇതേപോലെ നമ്മൾ ഇത് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ പറ്റിയിട്ടാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇവ എന്ന് പറയും. സോ ഇവ എന്ന് പറയുമ്പോൾ
പുതിയ പുസ്തകങ്ങളാണ്, ഇതൊരു പുതിയ പുസ്തകമാണെന്ന് പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ ന്യൂ ബുക്ക് എന്ന് നമ്മൾ പറയാം. പക്ഷെ ഇവ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത്. സോ അവിടെ നമ്മൾ ദീസ് യൂസ് ചെയ്യണം, ദീസ്. അപ്പൊ ഇവ എന്ന് പറയുമ്പോൾ ദീസ്. സോ ഇവ പുതിയ പുസ്തകങ്ങളാണ്, ദീസ് ആർ ന്യൂ ബുക്സ്. ഓക്കെ, ഇവിടെ ഇത് ഒരു പുതിയ പുസ്തകമാണ് എന്നാണെങ്കിൽ ദിസ് ഈസ് എ ന്യൂ ബുക്ക് എന്നായിരുന്നേനെ. പക്ഷെ പുസ്തകങ്ങൾ എന്ന് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ദീസ് ആർ ന്യൂ ബുക്സ് എന്ന് വന്നത്. ഇനി അവരുടെ, ഇപ്പൊ അവരുടെ എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ കാറ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഏത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് നോക്കാം. നമ്മളപ്പോൾ ദേർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ വേറൊരു ദേർ പഠിച്ചായിരുന്നു, ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചില്ലായിരുന്നു, അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ദേർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താ, ഒരു സ്പെല്ലിങ്ങിന്റെ വ്യത്യാസമുണ്ട്, THERE ആണ്. പക്ഷെ ഇവിടെ അവരുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ദേർ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ അപ്പൊ അവരുടെ വീടെന്ന് പറയുമ്പോൾ their home, അവരുടെ വീട്, their home അല്ലെങ്കിൽ their house. ഇവിടെയാണ്, ഇവിടെ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു, എന്താ യൂസ് ചെയ്യുക, ഹിയർ എന്നാണ്. സോ their home is here, അല്ലെങ്കിൽ their house is here എന്ന് നമുക്ക് പറയാം. ഇനി നിന്റെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം, അത് മിക്കവർക്കും അറിയാം. പക്ഷെ മിക്കവരും അത് യുവർ എന്നാണ് പറയുന്നത്. യുവർ അല്ല, ഇത് യോർ എന്നാണ്, യോർ. സോ ഇത് നിന്റെ ഫോണാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഇത് നിന്റെ ഫോണാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ, ഇതെന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം, നമ്മൾ ദിസ് എന്നാണ് പറയാം. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചായിരുന്നു അല്ലെ, ദിസ്, ഇത് നിന്റെ ഫോണാണ്, ദിസ് ഇസ് യോർ ഫോൺ, യോർ ഫോൺ. ഓക്കെ, സോ ഇത് നിന്റെ ഫോണാണ്, ദിസ് ഇസ് യോർ ഫോൺ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം വാക്കുകൾക്ക് പകരം ഇതൊന്ന് യൂസ് ചെയ്ത് എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ ഒന്ന് പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുന്ന വാക്കുകളാണ്, കാരണം ചെറിയ ചെറിയ വാക്കുകളല്ലേ, നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. സോ അതൊന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ പുതിയ വാക്കുകൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതിനെ പറ്റിയിട്ട് വീഡിയോ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഉറപ്പായിട്ട് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. English Mitra. Stop worrying, start learning.